ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ സ്വിഫ്റ്റ് ഡിസയറായിട്ട് വന്നേക്കണം. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഇത് 2010 മോഡൽ 5-ാം മാസം പുറത്തേക്ക് വന്നേക്കണം. VXI ഓപ്ഷൻ എന്ന വാഹനം നല്ല കണ്ടീഷൻ വാഹനമാണ്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയും അത് മാത്രമല്ല, ഇതിൻ്റെ കളർ ഡിസയറിൻ്റെ ഈ ഒരു കളർ ഞാൻ അധികം പരിചയപ്പെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കളർ തന്നെയാണത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇത് KL7 രജിസ്റ്റേർഡ് വാഹനമാണ്. അതേപോലെ തന്നെ ലൈഫ് ടാക്സും തേർഡ് പാർട്ടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വന്ന വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനമാണ്, പെട്രോളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി ഡിസയർ VXI. ഇത് 2010 ഇതിൻ്റെ മോഡൽ. സിംഗിൾ ഓണർ വാഹനമാണ്. 2010 5-ാം മാസം പുറത്തേക്ക് വന്ന വാഹനം ഉണ്ടോ. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ KL7 രജിസ്റ്റേർഡിൽ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ ലൈഫ് ടാക്സും അതേപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വന്നേക്കണം. നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ഡിസയർ, സ്വിഫ്റ്റ് ഡിസയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോഡി ക്വാളിറ്റിയൊക്കെ നല്ല ബോഡി ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണെന്ന് നമുക്ക് ഒറ്റ നോട്ട് തന്നെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസയർ. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ ഇമ്പ്രസീവ് കളറാണ്. അങ്ങനെ അധികം ഭയങ്കരമായിട്ട് കോമൺ അല്ലാത്തൊരു കളറും കൂടിയാണ് ഈ ഒരു ഡിസയറിൻ്റെ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ. ഗ്രേ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് നമുക്ക് RC നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസ് എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഫസ്റ്റിന് വീലാർസ് നോക്കാം. വീലാർസൊക്കെ വളരെ നീറ്റായിട്ട് ഇങ്ങനെ വീലാർസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ടയർ നോക്കാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ബോണറ്റ് നോക്കാം. ബോണറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങൾ അത് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഒരു ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പേഴ്സ് കാര്യങ്ങൾ നോക്കാം. ബമ്പേഴ്സും കാര്യങ്ങളും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഇവിടുത്തെ വീലാർസും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസ് കണ്ടോ. ടയർ നോക്കാം. ടയർ നല്ല കണ്ടീഷൻ നോക്കാം. ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന രണ്ട് ഡോർസ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ടയർ കണ്ടീഷൻ നോക്കാം. അതേപോലെ ടയറും ഗുഡിയറിൻ്റെ ടയേഴ്സൊക്കെ കിടക്കണം. നീറ്റായിട്ട് ഇരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡൊക്കെ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ ബൂട്ട് നോക്കാം. ബൂട്ടിൻ്റെ ലിഡായാലും ഇവിടെയും നീറ്റായിട്ട് നിൽക്കുന്നു. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ബാഡ്ജും VXIയുടെ ബാഡ്ജും. അതുപോലെ ബമ്പേഴ്സ് നോക്കുമ്പോൾ ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് വിത്ത് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ഡോറും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നിങ്ങൾക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഡോറും ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്ലോത്തിങ് അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചതാണ് ആ ഒരു സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡൊക്കെ നീറ്റാണ്, പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് പണ്ടത്തെ സ്വിഫ്റ്റ് ഡിസയറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. AC-യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലോവർ പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റൊക്കെ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നു. അതുപോലെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമ്മൾ സീറ്റ്സ് നോക്കുകയാണ്. സീറ്റ്സ് നല്ല മെറ്റീരിയലാണത്. കാണുന്ന ഇരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗത്ത് സീറ്റ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ്സ് നിങ്ങൾക്ക് കാണാം. അതോ അതുപോലെ റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അഴുക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിന് കിലോമീറ്റേഴ്സ് എത്രയായി നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഞാൻ എൻ്റെ കീ ഒന്ന് എടുക്കുകയാണ്. കീ എടുത്തിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ 1 lakh കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും നല്ല നീറ്റായിട്ടിരിക്കുന്നു. വിത്ത് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങൾ നോക്കാം. പാർസൽ ട്രേ ഒക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന പാർസൽ ട്രേ. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിൽ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന അവർ ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് എൻജിൻ ഭാഗത്ത് എന്താ അവസ്ഥ നോക്കിയേക്കാം. ഞാൻ എൻ്റെ ലിഡൊന്ന് ഓപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ആണോ, പെട്രോൾ എഞ്ചിനാണ്. ഒരു കോമ്പാക്റ്റ് എഞ്ചിനായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിൻ ഭാഗം. അതേപോലെ ബാറ്ററി നോക്കാം. ബാറ്ററി നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ എഡ്ജസ് നോക്കാം. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ,
ഓക്കെ. അതേപോലെ തന്നെ ലിഡ് നോക്കാം. ലിഡും നീറ്റായിട്ട് ഡീസൻ്റായിട്ട് ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്ത് നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് നോക്കിയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ലിഡ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത ബൂട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതിവിശാലമായിട്ടുള്ള സ്പേസാണുള്ളത്. അതേപോലെ തന്നെ നീറ്റാണ്. ഇതിൻ്റെ ടയർ നോക്കിയേക്കാം. ടയർ ചെറിയ രീതിയിലൂടെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൊത്തത്തിൽ നീറ്റാണ്. അതേപോലെ ഇത് യൂസ് ചെയ്യാതിരുന്നിട്ട് ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളോട് വന്നിട്ടുണ്ട്. അഴുക്കല്ല, മറ്റേ ഫംഗസ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ പോകുന്ന സംഭവമുള്ളൂ. ലിഡ് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നോക്കാം. കണ്ടോ. അതേപോലെ ഇനി ലോവർ പാർട്ട് നോക്കാം. ലോവർ പാർട്ടും ഇവിടെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ കണ്ടു കഴിഞ്ഞു. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ VXi ആണ്. 2010 മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ്. ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ തന്നെ ഇന്ത്യയിൽ കാണിക്കുമ്പോൾ തന്നെ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് പറയാൻ മറക്കരുത്. പിന്നെ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുകയാണെങ്കിൽ 500 രൂപീസിന് ഡീസലോ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാക്കേണ്ട നിങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ പോകുന്നത് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ആ ഒരു ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,75,000 രൂപ, 2.25 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബറാണ് എടുത്ത് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ടേക്ക് കെയർ.